ദുരന്തറിൽ ഈ സീൻ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഞാൻ ഐസിൽ ലെൻസ് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് കൂടുതലും ഒരു ഹേസൽനട്ട് അല്ലെങ്കിൽ ഹണി അല്ലെങ്കിൽ ഒരു ബ്രൗൺ, എന്തായാലും ബ്രൗൺ ഷെയ്ഡാണ് എനിക്ക് കൂടുതലും മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശേഷം ഞാൻ മിനിമലിസ്റ്റിൻ്റെ എൻ്റെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. ബിക്കോസ് ഞാനൊരു ചെറിയ മസാജ് കൂടെ ഫേസിൽ കൊടുത്തിട്ടാണ് എപ്പോഴും ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ഇടാറ്. കാരണം നമ്മുടെ ഫേസ് ഒന്നാമത്തെ കാര്യം ഭയങ്കര ഡ്രൈ ആയിരിക്കും വാഷൊക്കെ ചെയ്തതിന് ശേഷം. സോ അതിനുശേഷം ഞാനൊരു പ്രൈമർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രൈമറിൻ്റെ ഇതെന്താണെന്ന് നമുക്കറിയാമല്ലോ. പ്രൈമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു നല്ലൊരു ക്യാൻവാസ്, ഒരു സ്മൂത്ത് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാണ് മേക്കപ്പിന് വേണ്ടിയിട്ട്. ശേഷം ഞാൻ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും. ഐബ്രോസ് ആണെങ്കിലും ജോസൊക്കെ നല്ല രീതിക്ക് ഷേപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഒക്കെ ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട്. കാരണം ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ലൈൻ ചെയ്ത് വരച്ചെഴുതാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഐബ്രോസ് കുറവാണ്, അപ്പോൾ നല്ല പോലെ എനിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് ഞാനിപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ആദ്യം 2 ലൈന് മേളിലും താഴെയായിട്ട് വരച്ചതിന് ശേഷം ജസ്റ്റ് പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കും. ഞാൻ 1 ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള കൺസീലർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഈവൻ ആയിട്ടുള്ള നമ്മുടെ സ്കിൻ ടോൺസിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കളർ കറക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ കളർ കറക്ടേഴ്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇനി നേരത്തെ എടുത്ത കൺസീലർ നമുക്ക് ഈ കറക്ഷൻ ചെയ്ത ഭാഗങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ പാലറ്റ് എടുത്തു. നമ്മൾ ഫസ്റ്റ് ഐസ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്തു. കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ പാലറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ ഫോറെവർ 52ന്റെ ജെൽ ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ലൈൻ ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ബ്രൗൺ ഐസ് ആണ്. അപ്പം ഞാൻ അധികം ഒരുപാട് സ്മഡ്ജ് ചെയ്യുന്നില്ല. ഒരു ലൈറ്റ് ആയിട്ട് മാത്രമേ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ സ്മഡ്ജ് ചെയ്യുന്നതും കളർ കറക്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, കൺസീലർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ നമ്മുടെ സ്കിൻ ടോൺ, അണ്ടർ ടോൺ, അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ ലെൻസ് ചൂസ് ചെയ്യുക, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഞാൻ PHയുടെ ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മിക്സ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ഞാൻ അതിന്റെ പുറത്തൂടെയാണ് ബ്ലഷ് ഇടുന്നത്. ഈ ബ്ലഷ് ഇടുമ്പോൾ ഓവർ പ്രൊഡക്റ്റ് ആവുകയാണ് നമ്മുടെ ഫേസിലെങ്കിൽ ഈ ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബ്രഷ് കൊണ്ട് തന്നെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈവൻ ആയിട്ട് നിൽക്കും. മാത്രമല്ല അവസാനം ഞാനിപ്പോൾ ഒരു ഹൈലൈറ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രോഡക്ട്സിന്റെ ലിങ്ക് എല്ലാം ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.